അടുത്ത ഗീതം സുറിയാനിയിലെ എൻ്റെ ടൈറ്റില് മിഷിഹോ നാത്തറെ ലഈത്തോ. ഈ ടൈറ്റില് മിഷിഹോ നാത്തറെ ലഈത്തോ എന്ന് കാണുന്നത് ഈ രാഗത്തിലായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ ഈ ട്യൂണായിരിക്കും. ഇതിൻ്റെ ഒന്നാം നിറമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. മറ്റേ കഴിഞ്ഞ 2 പാട്ടിന് നിറങ്ങളായിട്ടല്ല, ഇനിയുള്ള പാട്ടുകളിൽ നിറങ്ങളായിട്ടാണ് വരുന്നത്. ഇത് ഒന്നാം നിറം, മിഷിഹോ നാത്രേ ലഈത്തോക്ക് എന്നതിൻ്റെ ഒന്നാം നിറമാണ് ഉപയോഗിക്കുന്നത്. ഞാനതിൻ്റെ ഒന്ന് പാടി കേൾപ്പിക്കാം, തുടർന്ന് പഠിപ്പിക്കാം. ശിശുവായി സ്വയമേ വെളിവായി നരവേഷത്തിൽ ജീവിച്ചോരാശ്ചര്യത്തിൻ ശിശുധന്യൻ ആംഗ്യത്താലുലകം വാഴ്വോൻ ആദാമിനെ സംരക്ഷിപ്പാൻ വന്നൊരു നാളിൽ ശിശു പോൽ ചാഞ്ചാടി വചനം നരനുപദേശിച്ചോൻ ശിശു പോൽ മൂകത പോകുന്നു. സ്തുത്യം തദ്വിനയം കൃപകൾ തൻ ഉന്നതിയെ നീ കൈവിട്ടു മറിയം നിന്നെ പാഴ്ത്തുണിയിൽ ചുറ്റാൻ തക്ക വിധത്തിൽ നീ നിൻ ശ്രേഷ്ഠതയെ താഴ്ത്തി. ചൊല്ലിത്തരാം. ശിശുവായി പഠിക്കേ. ശിശുവായി സ്വയമേ വെളിവായി, സ്വയമേ വെളിവായി. കൂട്ടി പഠിക്കേ. ശിശുവായി സ്വയമേ വെളിവായി നരവേഷത്തിൽ 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 ജീവിച്ചോ. ഫസ്റ്റ് ലൈൻ എടുത്തേ. ശിശുവായി സ്വയമേ വെളിവായി നരവേഷത്തിൽ ജീവിച്ചോ. അതുപോലെ തന്നെ ആശ്ചര്യത്തിൻ ശിശുധന്യൻ പഠിക്കേ. ആശ്ചര്യത്തിൻ ശിശുധന്യൻ ആംഗ്യത്താലുലകം വാഴ്വോൻ ആംഗ്യത്താലുലകം വാഴ്വോൻ. ആ 2 ലൈൻ പഠിക്കേ. ശിശുവായി സ്വയമേ വെളിവായി നരവേഷത്തിൽ ജീവിച്ചോ. രാശ്ചര്യത്തിൻ ശിശുധന്യൻ ആംഗ്യത്താലുലകം വാഴ്വോൻ. കിട്ടിയില്ലേ? എൻ്റെ മിഡ് ലൈൻ. ആദാമിനെ സംരക്ഷിപ്പാൻ നോട്ട് വരണം. ആദാമിനെ പഠിക്കേ. ആദാമിനെ സംരക്ഷിപ്പാൻ സംരക്ഷിപ്പാൻ
വന്നൊരു നാളിൽ വന്നൊരു നാളിൽ ശിശു പോൽ ചാഞ്ചാടി ശിശു പോൽ ചാഞ്ചാടി ശിശു പോൽ ശിശു പോൽ ചാഞ്ചാടി. നീ ആദ്യത്തെ പോലെ തന്നെ ആദാമിനെ ഒന്നുകൂടെ എടുത്ത് ആദാമിനെ പഠിക്കുക ഒന്നുകൂടെ വൺസ് മോർ. ആദാമിനെ സംരക്ഷിപ്പാൻ വന്നൊരു നാളിൽ ശിശു പോൽ ചാഞ്ചാടി. ഇനി ആദ്യത്തെ ലൈൻ പോലെ തന്നെ ശിശുവായി പോലെ തന്നെ വചനം നരനുപദേശിച്ചോൻ ശിശു പോൽ മൂകത പോകുന്നു. പഠിക്കേ വചനം നരനുപദേശിച്ചു ശിശു പോൽ മൂകത പോകുന്നു. സെക്കൻഡ് മിഡ് ലൈൻ സ്തുത്യം തദ്വിനയം സ്തുത്യം തദ്വിനയം കൃപകൾ തൻ കൂട്ടിയെടുത്ത് സ്തുത്യം തദ്വിനയം കൃപകൾ തൻ ഉന്നതി ഉന്നതിയേ നീ കൈവിട്ടു മറിയാം ലൈൻ എടുത്ത് സ്തുത്യം തദ്വിനയം കൃപകൾ തൻ ഉന്നതിയേ നീ കൈവിട്ടു മറിയാം. തീർക്കുവാണ്, കൺക്ലൂഡ് ചെയ്യുന്നു. നിന്നെ പാഴ്ത്തുണിയിൽ ചുറ്റാൻ നിന്നെ പാഴ്ത്തുണിയിൽ ചുറ്റാൻ തക്ക വിധത്തിൽ നീ നിൻ തക്ക വിധത്തിൽ നീ നിൻ ശ്രേഷ്ഠതയെ താഴ്ത്തി നിന്നെ പാഴ്ത്തുണി പഠിക്കേ നിന്നെ പാഴ്ത്തുണിയിൽ ചുറ്റാൻ തക്ക വിധത്തിൽ നീ നിൻ ശ്രേഷ്ഠതയെ താഴ്ത്തി. അതുപോലെ പാടാമോ? ശിശുവായി സ്വയമേ വെളിവായി നരവേഷത്തിൽ ജീവിച്ചു രാശ്ചര്യത്തിൻ ശിശുകന്യൻ ആജ്ഞതാലുലകം വാഴും ആദാമിനെ പഠിക്കേ ആദാമിനെ സംരക്ഷിപ്പാൻ വന്നൊരു നാളിൽ ശിശു പോൽ ചാഞ്ചാടി വചനം നരനുപദേശിച്ചു ശിശു പോൽ മൂകത പോകുന്നു. സ്തുത്യം തദ്വിനയം കൃപകൾ ഉന്നതിയെ നീ കൈവിട്ടു മറിയാം നിന്നെ പാഴ്ത്തുണിയിൽ ചുറ്റാൻ തക്ക വിധത്തിൽ നീ നിൻ ശ്രേഷ്ഠതയെ താഴ്ത്തി. അടുത്ത സ്റ്റാൻസ കേട്ടോ. യൗസേപ്പങ്ങേലാളിപ്പു തായാം മറിയാം മോദീപ്പു
സ്വർഗീയം സൈന്യം താണു ഭൂവാസികളെ പ്രാപിച്ചു. ഇറരും ദർശിക്കാത്തൊരു നിന്മാനത്തെ പാരിൽ ദർശിച്ചാർ. ശിശുവായോൻ നീ പുൽക്കൂട്ടിൽ മരുവീടുന്നതു കണ്ടാറേ. നിൻ ബഹുമാന്യതയെ സ്തുതി പാടി പാദം കൂപ്പി കാഹളനാദത്താൽ നിൻ മാഹാത്മ്യം ദർശിപ്പാൻ അർഹത നേടിയ മർത്യർ കേകി സൗഭാഗ്യം. തേർഡ് സ്റ്റാൻസ നിങ്ങൾ പഠിക്കുക. പുനരുദ്ധാനമില്ലായ്കെ സഹദേവതമെന്തിന്നേറ്റു പരലോകനാസ്തിയതെങ്കിൽ നല്ലോരെന്തിനു പോരാടി. പുനരുദ്ധാനം കളമെങ്കിൽ മഷിഹാമൃതരീ എഴുന്നേറ്റിട്ടില്ല. മൃതരേ നന്ദനനെ നോക്കി ദൈവത്തിൻ ജീവാരാവം. ജീവൻ പോയോർ കേൾക്കുമ്പോൾ കബറുകൾ പൊളിയും. സ്വാഗതമവനേകൻ അവരെത്തിടുമെന്നാദൂതിൽ ചൊല്ലിയ വാക്കിൻ ശരണം പരമാർത്ഥം നൂനം. ഓക്കെ. അടുത്ത ഗീതം, എൻ്റെ ടൈറ്റിൽ തൂബായിക് ഈസോ. ഈ നമ്മുടെ കുർബാനയ്ക്ക് ചൊല്ലുന്ന പൗലോസ് ലീഹ എന്നുള്ളതിൻ്റെയൊക്കെ മുകളിൽ കാണാം തൂബായിക് ഈസോ. കഷ്ടാനുവാഴ്ചയിലും എവിടെ നോക്കിയാലും തൂബായിക് ഈസോ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കുർബാനയിൽ ഉപയോഗിക്കുന്ന പൗലോസ് ലീഹ. പക്ഷേ ഇവിടെ ജന്മപ്പെരുന്നാളിന് ഒന്നാം നിറമായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ട്യൂൺ ഒന്നിലേക്ക് പോകും. ഒന്നാം നിറമായിരിക്കും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പാടുന്നത് തൂബായിക് ഈസോയുടെ ഒന്നാം നിറമാണ്. ഞാനൊന്ന് പാടാം. ആരാളാവൂ വർണ്ണിപ്പാൻ ബേതലഹേമിൽ ഇന്നുളവായ മഹാശ്ചര്യം കണ്ടു ബുധന്മാർ വിസ്മിതരായി. ഒരു പൈതലിതാ പുൽക്കൂട്ടിൽ കീറത്തുണിയിൽ മേവുന്നു. കാഴ്ചയിലവനെളിയോനെന്നാൽ ഭ്രമമാഗ്നേയ കേറ്റുന്നോൻ മാനവജന്മം പൂണ്ടോനാം. ദൈവതനൂജനിവൻ സത്യം. ആർക്ക് പറ്റും വർണ്ണിപ്പാൻ ബേത്ലഹേമിൽ നടന്നതായ ആ മഹാശ്ചര്യം? അത് കണ്ട് ബുധന്മാർ വിസ്മിതരായി. ബുധൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാരാണ്, ജ്ഞാനികൾ, ഭൂഷ്യന്മാർ. ഒരു പൈതലിതാ പുൽക്കൂട്ടിലെ ഒരു കീറത്തുണിയിൽ കയ്യും കാലും ഒടിച്ചിങ്ങനെ കിടക്കുന്നു. അവൻ കാഴ്ചയിൽ സിമ്പിളായൊരു കുഞ്ഞാണ്, പക്ഷേ
മാലാഖമാരായ അഗ്നിമയന്മാർക്ക് ഭയമേറ്റുന്നതായ അവൻ മനുഷ്യജന്മം പൂണ്ടു. അവൻ ദൈവതനുജൻ. ദൈവതനുജൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ പുത്രനാകുന്നു. സത്യം. ഇതാണ് ആ പാട്ടിൻ്റെ അർത്ഥം. ചൊല്ലിത്തരാം. ആരാളാവൂ പഠിക്കേ. ആരാളാവൂ ആരാളാവൂ വർണ്ണിപ്പാൻ ബേ വർണ്ണിപ്പാൻ ബേ ബേ ബേദലഹേമിൽ ബേദലഹേമിൽ എടുത്തേ. ബേദലഹേമിൽ. ഇനി ആദ്യം പോലെ പഠിക്കേ. ആരാളാവൂ. നിർത്തരുത്. ആരാളാവൂ വർണ്ണി. ഒന്നോടെ ആരാളാവൂ വർണ്ണിപ്പാൻ നോക്കിക്കേ. ഇന്നുളവായ ആ നോട്ടെടുത്തേ. മഹാശ്ചര്യം ഇന്നുളവായ മഹാശ്ചര്യം. ഇന്നുളവായ മഹാശ്ചര്യം കണ്ടു ബുധന്മാർ. ബുധന്മാരെന്ന് പറഞ്ഞ ആരാ? ജ്ഞാനികൾ. കണ്ടു ബുധന്മാർ വിസ്മിതരായി. കണ്ടു ബുധന്മാർ വിസ്മിതരായി ഒരു പൈതലിതാ പുൽക്കൂട്ടിൽ ഒരു പൈതലിതാ. പഠിക്കേ. ഒരു പൈതലിതാ ഒരു പൈതലിതാ പുൽക്കൂട്ടിൽ കീറത്തുണിയിൽ മേകുന്നു. ഇനി ഇന്നുളവായ പോലെ തന്നെ കാഴ്ചയിലവനെളിയോനെന്നാൽ ഭ്രമമാഗ്നേയ ഏറ്റുന്നോ മാനവജന്മം പൂണ്ടോ. പഠിക്കേ. മാനവജന്മം പൂണ്ടോ ദൈവതനോജനിവൻ സത്യം. ആദ്യം പോലെ പഠിക്കേ. ആരാളാവൂ. നീട്ടരുത്. ആരാളാവൂ വർണ്ണിപ്പാൻ ബേദലഹേമിൽ ഇന്നുളവായ മഹാശ്ചര്യം കണ്ടു ബുധന്മാർ വിസ്മിതരായി ഒരു പൈതലിതാ കീറത്തുണിയിൽ
നിറത്തുണിയിൽ മേവുന്നു കാഴ്ചയിലവനെളിയോനെന്നാൽ ഭ്രമമാഗ്നേയർക്കേറ്റുന്നു മാൻകറ്റുന്നു മാനവജന്മം പഠിക്കേ മാനവജന്മം പൂണ്ടോനാ ദേവതനൂജനിവൻ ദൈവതനൂജനിവൻ ദേവതനൂജനിവൻ സത്യം. സെക്കൻഡ് സ്റ്റാൻസ് ഞാൻ തന്നെ പാടാം. ഘോഷിതമായി സുതജനനം ബേതലഹേമിൽ ആകർഷിച്ച സുവിശേഷം സരണിബുധന്മാർക്കെളുതാക്കി കൈത്താരിൽ കാണിക്കകളും ഹൃത്തിൽ വിശ്വാസവുമേന്തി ഗുഹയിൽ പൂകി സൃഷ്ടിയതിൽ ധരണിതലത്തിൻ സീമ വരെ പ്രഭവീശിടും മശിഹായ ദുരിത വിമോചകനെ കൂപ്പി. ലാസ്റ്റ് പാടിക്കേ. വാർഷിക്കട്ടെ താതനയിൽ തീച്ചൂളയിൽ ബാലന്മാരിൽ വീഴ്ത്തിയ ജീവ പനിനീര മൃതിലോകത്താകുലമേറും ഹവനങ്ങളിൽ മരുന്നോരിൽ നിന്ന ഭയത്തിൽ നിദ്രിതരം ദാസന്മാർ തൻ പിഴ പോക്കി അവകാശം നൽകിയിടേണം. ശാശ്വത സുസ്ഥിര രാജ്യത്തിൽ. ഇനിയുള്ളത് കുക്കുലിയനാണ്. ഒന്നാം നിറമാണ്. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ ഹാലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. അതിൻ്റെ യഗ്ബോ ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞോരു ദാസരെ നിൻ ജീവസ്വരമതുണർത്തണമേ. സ്തൗമൻ കാലോസ് അതിൻ്റെ കോലോ രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ വിലയേറും രക്തകാസപാനം ചെയ്തും മൃതരായോരേ നാശം നീക്കി ജീവിപ്പി ചണിയണം നിന്നെ നോക്കുന്നവരിൽ. ഈ ബാറക് മൃതരേ ജി പഠിക്കേ. മൃതരേ ജീവിതള്ളും രാജ മുകിലഴകിൽ മേലാഘോഷിതനായി നയവാൻമാർ തൻ മുൻകൊമ്പിൽ നാദം നാദം കേട്ടിട്ടങ്കിയണി
എതിരേൽപ്പാനായി പോയി പഠിക്കേ പോയിടുന്നു യാക്കോബിൻ്റെ ബോസോ ശെറൂഗിലെ യാക്കോബിൻ്റെ ബോസോ ഒന്നാം നിറമാണ് പാടുന്നത്. അറിയാവുന്ന ട്യൂണാണെങ്കിലും ഇതിൻ്റെ പ്രത്യേകത ഒരു 2 ലൈൻ കഴിയുമ്പോൾ അടുത്ത ലൈനിലേക്ക് ചാടി കയറി പിടിക്കുവാനെ. നമ്മുടെ സ്കൂളിലൊക്കെ റിലേ നടത്തുമല്ലേ, കോലിങ്ങനെ കൊടുക്കുമല്ലേ, ഒരാൾ അവിടെ നിന്ന് അടുത്തതിലേക്ക് കൊടുക്കുന്നു പറഞ്ഞ പോലെ ഒരു ലൈൻ കഴിഞ്ഞ് തീരുന്ന അടുത്ത ലൈൻ്റെ 2 അക്ഷരത്തിലായിരിക്കും. അതതിൻ്റെ പ്രത്യേകത. പാടിൻ ഒരു കഷ്ണം മാറ്റി ഇനി പാട്ട് തുടങ്ങുന്നു. പാടിൻ 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 ഹാലേലൂയ ആട്ടിടയന്മാർ ബേഥലഹേമിൽ പാടിയ പോലെ പാടിൻ. ഉണ്ടോ? ഞാൻ പാടിന അടുത്ത ലൈനിലേക്ക് പാടിയ പോലെ വന്നി. മനസ്സിലായി? നമുക്ക് നോക്കാം. അപ്പം അതിനകത്ത് രണ്ടാമത്തെ സ്റ്റാൻസ വരുമ്പോൾ ചേഞ്ച് ചെയ്ത് പാടും. ചേഞ്ച് ചെയ്ത് പാടുന്നതിൻ്റെ പേര് ഷുഹലോപ്പോ എന്നാണ് പേര്. ഷുഹലോഫോ ചേഞ്ച് ചെയ്ത് പാടുന്നു. യാക്കോബിൻ്റെ ബോസയിൽ ഇങ്ങനെ സ്റ്റാൻസ മാറ്റി പാടുന്ന ഒരു വെറൈറ്റിയാണ് ഷുഹലോഫോ. ചേഞ്ച് എന്നാണ് അർത്ഥം. ഷുഹലോഫോ. അപ്പോൾ ഷുഹലോഫോയും പഠിപ്പിക്കാം. ഇവിടെ വരെ കൊണ്ടുവന്ന് നിർത്തുക. യൗസേപാദ്യന്മാർ പാണികളിൽ കൊണ്ടാടുന്നു. അവിടെ കൊണ്ടുവന്ന് നിർത്തുക. ഓക്കെ, അവിടെ വരെ പാടാം. പാടിൻ പഠിക്കും. പാടിൻ 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 ഹല്ലേലൂയ ആട്ടിടയന്മാർ ബേഥലഹേമിൽ പാടിയ പോലെ വന്നി. ക്ഷിപ്പിന്മാരിൻ പേരിൽ വാഴുന്നോനെ പേരിടുന്നു കന്യക ചിത്രം ഹസ്തതലത്തിൽ ഗബ്രിയേലും വൃന്ദവുമൊപ്പം വന്നിപ്പോനെ യൗസേപ്പാദ്യന്മാർ പാണികളിൽ കൊണ്ടാടുന്നു. ഈ ശുഹലോപ്പ പഠിപ്പിക്കാം. സ്തോത്രം വാനിൽ മാഹാത്മ്യം തിങ്ങിടുന്നോനെ. ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ റെപ്പറ്റീഷനാണ്, ചൊല്ലിത്തരാം. സ്തോത്രം വാനിൽ പഠിക്കേ. സ്തോത്രം വാനിൽ മാഹാത്മ്യം തിങ്ങിടുന്നോനെ. മാഹാത്മ്യം തിങ്ങിടുന്നോനെ. 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 സ്തോത്രം വാനിൽ മാഹാത്മ്യം പഠിക്കേ. സ്തോത്രം വാനിൽ മാഹാത്മ്യം തിങ്ങിടുന്നോനെ. അതുപോലെ തന്നെ ഭൂവിൽ ജന്മാ ശ്ലോമോയാൽ മോദം ചേർത്തോനെ. ഭൂവിൽ ജന്മാ ശ്ലോമോയാൽ മോദം ചേർത്തോനെ. അതുപോലെ തന്നെ ജന്മത്താൽ പഠിക്കേ. ജന്മത്താൽ ദീക്കെങ്ങും തോഷം വർഷിച്ചോനെ. പ്രേക്ഷകദാതാ പാവനരൂഹ നിത്യം സ്തോത്രം. ഈ ആദ്യത്തെ പോലെ പാടിൻ 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 ഹല്ലേലൂയ ആട്ടിടയന്മാർ ബേഥലഹേമിൽ പാടിയ പോലെ. എൻ്റെ കൗമ ശുദ്ധന്യാലോഹോ ഹൗദുമാലാഖേ. കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ഷൂലോപ്പ് എൻ്റെ കാദിശ താലഹോടെ 1-ാം നിറ. ഇത് ശുദ്ധൻ നീ
ആലോഹോ ശുദ്ധൻ നീ ബലവാനേ ക്രൂശറ്റോനെ മൃതിഹീന പരിശുദ്ധൻ നീ കൃപ ചെയ്തിടണമേ. ഇതാണ് അതിൻ്റെ ഖദീശാത്താലഹോ ശുദ്ധൻ നിയാലഹോയുടെ ഒന്നാം നിറം. അടുത്ത യാമം സൂത്താറയുടെ ഗീതം. മെൻ ഹൗ ബൈ മോർ എന്ന് എവിടെയെങ്കിലും കണ്ടാൽ ഇതായിരിക്കും ട്യൂൺ. നമുക്ക് സാധാരണ പരിചയമുള്ളതാണ്. ഞാൻ അഞ്ചുന്നൻ പാപത്താൽ നമ്മൾ സാധാരണ പാടുന്ന 7-ാം നിറത്തിലാണ്. ഇവിടെ നമുക്ക് 1-ാം നിറം പാടണം. അതിങ്ങനെയാണ്. ഞാനഞ്ചുന്നൻ പാപത്താൽ ശുദ്ധർക്കേകും മോദപൂങ്കാവിൽ വേലിക്കോ തന്നെ നാഥ എൻ പാപം രോധിക്കല്ലേ. രക്ഷിച്ചെന്നെ നാരകത്തിനേകുകവാസം തിരുഹിതമാം സ്ഥാനേ. ബാലായുടെ ബോസോ പാപം ചെയ്തോരോടാർദ്രതയുള്ളോനെ അൻപുണ്ടാകണമേ നിൻ വീഥി ദിവസത്തിൽ.